ഗണപതി ഹോമം, ഗണപതി പൂജ എന്നിവ ചെയ്യുമ്പോൾ തുളസി ഉപയോഗിക്കാൻ പാടില്ല എന്നൊരു വിശ്വാസം പല സ്ഥലങ്ങളിലുമുണ്ട്. തമിഴ്നാട്ടിലൊക്കെ എപ്പോഴും പല സ്ഥലങ്ങളിലും തുളസി ഇല്ലാതെയാണ് ഗണപതി ഹോമം, ഗണപതി പൂജയൊക്കെ ചെയ്ത് കണ്ടിട്ടുള്ളത്. തുളസിയും ഗണപതിയും തമ്മിൽ തർക്കമുണ്ടായി. അതിനുശേഷം തുളസി ഗണപതി ഹോമത്തിന് ഉപയോഗിക്കില്ല എന്നൊരു കഥയൊക്കെ അതിൻ്റെ പിന്നിലുണ്ട്. പക്ഷേ കേരളത്തിൽ അങ്ങനൊരു സമ്പ്രദായം ഇല്ല. കേരളത്തിൽ പണ്ട് മുതലേ ഗണപതി ഹോമത്തിന് തുളസി ഉപയോഗിക്കാറുണ്ട്. ഗണപതി ഹോമത്തിനല്ല, ഏത് പൂജയും ഏത് ഹോമവും ചെയ്യുകയാണെങ്കിലും തുളസി വളരെ നിർബന്ധമായിട്ട് ഉപയോഗിക്കണം എന്നാണ് ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത്. ഇപ്പം എൻ്റെയൊക്കെ ഗുരുനാഥൻ പറഞ്ഞു തന്നിട്ടുള്ളത് തുളസി ഇല്ലാത്ത പൂജ എന്ന് പറഞ്ഞാൽ ചോറില്ലാത്ത സദ്യ പോലെ എന്നാണ്. ഇപ്പോൾ ഒരു സദ്യക്ക് പോയി ഇലയിൽ കാളൻ, ഓലൻ, എരിശ്ശേരി, അവിയൽ, സാമ്പാർ, രസം, പപ്പടം, ഉപ്പേരികൾ, പായസങ്ങൾ ഒക്കെ വിളമ്പി, പക്ഷേ ചോറ് മാത്രമില്ല. എങ്ങനെ ഊണഴിക്കും? അതുപോലെയാണ് വേറെ എന്തൊക്കെ ഉണ്ടെങ്കിലും തുളസി ഇല്ലെങ്കിൽ ശരിയാവില്ല എന്നാണ് എൻ്റെയൊക്കെ ആചാര്യന്മാർ പറഞ്ഞു തന്നിട്ടുള്ളത്. അതുകൊണ്ട് തുളസി നിർബന്ധമായിട്ടും എല്ലാ പൂജകൾക്കും ഉപയോഗിക്കാം. കേരള സമ്പ്രദായത്തിൽ പൂജ കഴിക്കുന്നവർ, പൂജയ്ക്ക് ഒരുക്കുന്നവർ ഗണപതി ഹോമത്തിനെ തുളസിയെ മാറ്റി നിർത്തേണ്ട ഒരാവശ്യമില്ല. പ്രത്യേകിച്ച് വൈദിക കർമ്മങ്ങൾ, വേദവുമായി ബന്ധപ്പെട്ട കർമ്മങ്ങൾ, അതുപോലെ തന്നെ ഷോഡശക്രിയകളൊക്കെ ചെയ്യുമ്പോൾ അതിലാദ്യത്തെ ഭാഗമാണ് ഗണപതി നിവേദ്യം. ഈ ഗണപതി നിവേദ്യത്തിന് തുളസി മാത്രമേ ഉപയോഗിക്കാറുള്ളൂ എന്നതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്.